Hi all. Unit 8 Classification and Distribution of Overheads. കഴിഞ്ഞ 2 യൂണിറ്റ്സിലായിട്ട് നമ്മൾ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും കോസ്റ്റാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തത് ഓവർഹെഡ്സാണ്. ഓവർഹെഡ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കോസ്റ്റ് ഫുള്ളായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസിനെയാണ് നമ്മൾ ഓൾ ടുഗെദറായിട്ട് ഓവർഹെഡ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഓവർഹെഡ്സ് എങ്ങനെയാണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് വേർതിരിച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ 2 കോൺസെപ്റ്റാണ് മെയിനായിട്ട് ഓവർഹെഡ്സിൽ വരുന്നത്, ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റും ആപ്ലിക്കേഷൻ കോൺസെപ്റ്റും. ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ദാറ്റ് ഹാവ് ടു ബി ഇൻകേർഡ് ഓൾദോ ദേ ഹാവ് നോ ഡയറക്റ്റ്ലി മെഷറബിൾ. അതായത് ഇപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് നമ്മളിൻ്റെ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പം അതൊരു കോസ്റ്റ് ഒബ്ജക്റ്റ്, നമുക്ക് ഡയറക്റ്റായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഒരു പ്രൊഡക്ഷൻ ഒരു യൂണിറ്റോ പ്രോസസ്സോ ആയിട്ട് ഡയറക്റ്റായിട്ടൊരു റിലേഷൻ ഉണ്ടാവില്ല. പക്ഷേ ആ കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്. ഇനി ആപ്ലിക്കേഷൻ ഡെഫിനിഷൻ. Were related to the accomplishment of the firm's objective or cost that which cannot as a particular matter be assigned to those objectives in a direct fashion. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണതും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഇന്നൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓവർഹെഡ് കോസ്റ്റ് ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് ഇൻകർ ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് നമുക്ക് ഫേമിൽ പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് ഒരു കോസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്തതെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ നമ്മളതിനെ ഓവർഹെഡ് കോസ്റ്റ് എന്നാണ് പറയാം. ഇതാണ് 2 കോൺസെപ്റ്റ്സ് ഓഫ് ഓവർഹെഡ്സ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ് മെയിനായിട്ട് 3 ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എലമെൻറ്റിൻ്റെ ബേസിൽ, ഫങ്ഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിൽ, ബിഹേവിയർ ബേസിൽ. ഫസ്റ്റ് വൺ എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് ഗ്രീസ്, കോൾ, ലൂബ്രിക്കേറ്റിംഗ്. ഇപ്പോൾ മെഷീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന പാർട്സുകൾ, ചെറിയ ചെറിയ പാർട്സുകൾ, അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അലോക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റിന് വേണ്ടി ഇത്ര മെറ്റീരിയൽ യൂസ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ്, അനിവാര്യമായിട്ടുള്ള സാധനമാണ്. അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഓഫീസിൽ യൂസ് ചെയ്യുന്ന പെന്ന്, ഇറേസർ, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസാണ്. ഈ ഇൻഡയറക്റ്റ് ലേബർ, ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് പല ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് നമുക്ക് ഇന്ന ആൾ ഇത്ര നേരം ഇതിന് വേണ്ടി, ഒരു പ്രൊഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ സർവീസിന് വേണ്ടി വർക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻഡയറക്റ്റ് ലേബറാണ്. അതായത് ഇപ്പോൾ ഒരു വാച്ച്മാൻ്റെ, പിയൂണിൻ്റെ, സൂപ്പർവൈസറിൻ്റെ ഒക്കെ അയാളിപ്പം ഒരു പ്രൊഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്ര നേരം വേണ്ടി വർക്ക് ചെയ്തു നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ആസ് എ റോളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അവർക്ക് കൊടുക്കുന്ന വേജസിന് നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ എന്നാണ് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, ഇപ്പോൾ ഒരു ജനറേറ്ററിൽ, ഒരു ബിൽഡിങ്ങിൽ ഫുൾ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ജനറേറ്ററൊക്കെ യൂസ് ചെയ്യുക. അപ്പം അതിന് വരുന്ന ഡിപ്രീസിയേഷൻ. പിന്നെ ഒരു കമ്പനിയുടെ ഒരു അഡ്വർടൈസിങ്, ഒരു കമ്പനി ആസ് എ ഹോൾ ആയിരിക്കും അഡ്വർടൈസ് ചെയ്യുക. അപ്പം അതിന് വരുന്ന ഓരോ പ്രൊഡക്ഷൻ സാധനങ്ങളും വേറെ വേറെ. ഇപ്പോൾ ഒരു വേൾപൂൾ പറഞ്ഞ കമ്പനിക്ക് മൊത്തത്തിൽ അഡ്വർടൈസ് ചെയ്യണം. അവർക്ക് തന്നെ വേറെ വേറെ വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, പല പല സാധനങ്ങളുണ്ടാവും. അപ്പം അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ചിലവാണ്. അത് ഇന്നതിന് വേണ്ടിയിട്ട് ഇത്ര ചിലവാക്കി നമുക്ക് അങ്ങനെ പോയിന്റ് ചെയ്ത് പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടാണ് കൂട്ടുക. ഇൻഡയറക്റ്റ് ലേബറിലും ഇൻഡയറക്റ്റ് മെറ്റീരിയലിലും വരാത്ത ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസിനെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും ഇൻഡയറക്റ്റ് ലേബറും അല്ലാത്തതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ് വൺ ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന, പ്രൊഡക്ഷന് എയ്ഡ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെയും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിനെയും നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ആയിട്ടാണ് കൂട്ടുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നട്ട്, ഒരു മെഷീന് നട്ട് ബോൾട്ട് സാധനങ്ങൾ,
പിന്നെ ഓയിലുകൾ, ലൂബ്രിക്കൻസ്, ഇതെല്ലാം പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ആണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. മാനേജറിയൽ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആയിട്ട് കൂട്ടുക. എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസും മാനേജറിയൽ ഫങ്ഷന് വേണ്ടിയിട്ട് അതായത് പ്ലാനിങ്, ഡയറക്ഷൻ, ഇപ്പം സെല്ലിങ്, ഒരു ഓഫീസിൽ റെൻ്റാണ് എന്നുണ്ടെങ്കിൽ ഓഫീസ് സ്റ്റാഫ്സിന് കൊടുക്കുന്ന സാലറി, അക്കൗണ്ടിങ് സ്റ്റാഫ്സിന് കൊടുക്കുന്ന സാലറി, ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആണ്. ദെൻ സെല്ലിങ് ഓവർഹെഡ്സ്. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, നമ്മളത് സെല് ചെയ്യണം. അപ്പോൾ സെല് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് എയ്ഡ് ചെയ്യുന്ന എല്ലാ കോസ്റ്റുകളെയും നമ്മൾ സെല്ലിങ് ഓവർഹെഡ്സ് എന്നാണ് പറയാം. അതായത് ഇപ്പോൾ അഡ്വർടൈസിങ്, കമ്മീഷൻ, സാലറി, സെയിൽസ് ഏജൻസിൻ്റെ സാലറി, ഇതെല്ലാം സെല്ലിങ് ഓവർഹെഡ്സ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. അതായത് നമ്മളിപ്പോൾ സാധനം പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ സെല് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ നമ്മൾ ആ പ്രൊഡക്റ്റ് അതെടുത്ത് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് വരുന്ന ചിലവുകളെല്ലാത്തിനും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്നാണ് പറയാം. അതായത് പാക്കിംഗ് കോസ്റ്റ്, സാധനം എത്തിക്കാനുള്ള കാരിയർ കോസ്റ്റ്, അതായത് ഇപ്പം ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ആ സാധനം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനുള്ള കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിലാണ് വരിക. അതാണ് അത്. ഇനി അടുത്തത് ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. ബിഹേവിയർ വൈസ് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഫിക്സഡ് ഓവർഹെഡ്സ്, വേരിയബിൾ ഓവർഹെഡ്സ് ആൻഡ് സെമി വേരിയബിൾ ഓവർഹെഡ്സ്. ഫിക്സഡ് ഓവർഹെഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്ഷനായിട്ട് ഡയറക്റ്റായിട്ട് അതായത് വേരി ചെയ്യാത്തതാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ എത്ര കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് ഓവർഹെഡ്സ് ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കും. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, അതൊക്കെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളവിടെ പ്രൊഡക്ഷൻ നടത്തിയാലും നടത്തിയില്ലെങ്കിലും, പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറച്ചാലൊക്കെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് ഒരേപോലെ തന്നെ കൊടുക്കണം. അതാണ് ഫിക്സഡ് ഓവർഹെഡ്. ദെൻ വേരിയബിൾ ഓവർഹെഡ്സ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷനായിട്ട്, വോളിയൂം ഓഫ് ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് റിലേറ്റഡ് ആണ്. ഡയറക്റ്റായിട്ട് റിലേറ്റഡ് ഇൻ ദ സെൻസ് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ പറ്റുന്നല്ല പറയുന്നത്, പക്ഷേ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓവർഹെഡ് ചാർജസ് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇത് മൂന്നും ഈ ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് വേരിയബിൾ ഓവർഹെഡ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി, ഇപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി വേണ്ടി വരും. അപ്പോൾ അതൊരു വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. ഓക്കെ. ദെൻ സെമി വേരിയബിൾ ഓവർഹെഡ്സ്. ശരിക്കും ഇലക്ട്രിസിറ്റി ചാർജ് സെമി വേരിയബിൾ, കാരണം അതിനകത്തൊരു ഫിക്സഡ് കോമ്പൗണ്ട് ഉണ്ട്, പിന്നെ വേരി ചെയ്യുന്നൊരു കോമ്പൗണ്ട്, അത് മിനിമം ചാർജും ഉണ്ട്, പിന്നെ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് മാറുക. അതാണ് സെമി വേരിയബിൾ ഓവർഹെഡ്സ്. വേരിയബിൾ ഓവർഹെഡ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പം സ്റ്റേഷനറി ഐറ്റംസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഒക്കെ സെമി വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. സെമി വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുമ്പം ഒരു ഫിക്സഡ് പോർഷൻ ഉണ്ടാകും, പിന്നെ അതിനകത്തൊരു വേരിയബിൾ പോർഷൻ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആകുമ്പം നമ്മൾ എത്ര കറണ്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിമം ചാർജ് വരും, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മാറ്റം വരിക. അപ്പോൾ അത് സെമി വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. മനസ്സിലായല്ലോ? ഫിക്സഡ് ഓവർഹെഡ്സ് നമ്മൾ പ്രൊഡക്ഷന് അനുസരിച്ച് ചേഞ്ച് വരാത്തതാണ്, അത് ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും. വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ അനുസരിച്ച്, അതായത് ഔട്ട്പുട്ട് കൂടുമ്പോൾ വേരിയബിൾ ഓവർഹെഡ്സ് കൂടും, ഔട്ട്പുട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ വേരിയബിൾ ഓവർഹെഡ്സ് കുറയും. സെമി വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് കോമ്പണൻ്റ് ഉണ്ടാകും, ഒരു വേരിയബിൾ കോമ്പണൻ്റ് ഉണ്ടാകും. ഫിക്സഡ് കോമ്പണൻ്റ് അതൊരു മിനിമം ചാർജാണ്. നമ്മൾ എത്ര പ്രൊഡക്ഷൻ കുറച്ചാലും ആ ഫിക്സഡ് ആയിട്ടുള്ള ചാർജ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ആ ഫിക്സഡ് എമൗണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതിനുശേഷം നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ചാർജസ് വരിക. അതാണ് സെമി വേരിയബിൾ ഓവർഹെഡ്സ്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ് കഴിഞ്ഞു. ഇനി കളക്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ്. എങ്ങനെയാണ് നമ്മൾ ഈ ഓവർഹെഡ്സ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ട് കളക്ട് ചെയ്തിട്ട് ഓരോ ഇതാക്കിയിട്ട് കൊടുക്കുന്നതും അലോക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതിന് മെയിനായിട്ട് 4 സ്റ്റെപ്സ് ആണുള്ളത്. കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്, allocation and apportionment of production service departments, reapportionment of service department cost, absorption of overheads. First, collection of overheads. കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം ചിലവ് വന്നിട്ടുണ്ട് ഓവർഹെഡ്സിലായിട്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് എത്രത്തോളം ചിലവ് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതാണ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്. അതിൻ്റെ 2 മെത്തേഡാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡിങ് ഓർഡർ മെത്തേഡ്. സ്റ്റാൻഡിങ് ഓർഡർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓരോ ഇതും നമ്മൾ നമ്പർ ചെയ്ത് വെക്കും.
ഇപ്പോൾ ന്യൂമറിക്കൽ മെത്തേഡ് ഉണ്ട്, നമ്പർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഇതിൽ വെക്കും. അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ഓർ നമ്പേഴ്സ്. ഇപ്പം താഴത്ത് ഇവിടെ കാണുന്നത് മാതിരി R1 അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോന്നിനും ഓരോരോ ഇതായിട്ട് നമ്പർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഒരു കോഡ് വെക്കും. അതാണ് ഈ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിങ്ങനെ ഇതാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ എന്തൊക്കെ എക്സ്പെൻസസ് വരുമ്പോഴും ഈ കോഡും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, അല്ലെങ്കിൽ ഒരു മെഷീന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഇന്ന കോസ്റ്റ് സെൻറ്ററിലോട്ട് എത്രത്തോളം എക്സ്പെൻസസ് വന്നു എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനാണിത്. ഇതിൻ്റെ പേരാണ് സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ്. നമ്പർ തന്നെ ആയിരിക്കണമെന്നില്ല, ആൽഫബറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും, രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് വരുമ്പോൾ ആ കോസ്റ്റിൻ്റെ കൂടെ ഈ കോഡ് നമ്പറും കൂടെ നമ്മൾ ആ ഡോക്യുമെൻറ്റിൽ വരും. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ എക്സ്പെൻസസ് വരുന്നതെന്ന് വെച്ച് അത് നോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം അത് ഫുള്ളായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് സ്റ്റാൻഡിങ് ഓർഡർ നമ്പർ മെത്തേഡ്. ഇനി സോഴ്സസ്, ഏതൊക്കെ സോഴ്സിനാണ് നമുക്ക് ഓവർ ഹെഡ്സിൻ്റെ എക്സ്പെൻസസ് കളക്ട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എക്സ്പെൻസസ് വന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫസ്റ്റ് വൺ ഇൻവോയ്സസ് ആണ്. നമ്മൾ കമ്പനിയിലോട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഇൻവോയ്സസ് ഉണ്ടാവും, പർച്ചേസ് റിക്വസിഷൻ സ്ലിപ്സ് ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്തേക്കാണ് നമ്മൾ ഓരോ എക്സ്പെൻസസും ഏതൊക്കെ കോസ്റ്റും നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെൻസസ് ഉണ്ടാക്കിയിട്ട് മണി സ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ സ്റ്റോഴ്സ് റിക്വസിഷൻ. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ എല്ലാം സ്റ്റോഴ്സിൽ കൊണ്ടുവന്നിട്ടാണ് വയ്ക്കുക. മെറ്റീരിയലിൻ്റെ ആ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോഴ്സിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റോഴ്സിൽ നിന്നാണ് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓരോ ജോബ് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിലേക്കും നമ്മൾ സാധനങ്ങൾ കൊടുക്കുക. അങ്ങനെ സാധനങ്ങൾ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഒരു ഇഷ്യൂ സ്ലിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓരോ ജോബിലേക്കും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനകത്തോട്ടും എത്രത്തോളം മെറ്റീരിയൽസും സാധനങ്ങളും നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്രത്തോളം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അടുത്തത് വേജ് അനാലിസിസ് ബുക്ക്. ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഉള്ള വേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രത്തോളം ആൾക്കാരുണ്ട്, അവർക്ക് എത്രത്തോളം പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് വേജ് അനാലിസിസ് വേജ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ലേ, സാലറി സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ നിന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അടുത്തത് ക്യാഷ് ബുക്ക്. ഈ പറയുന്ന ഇപ്പോൾ ഇൻവോയ്സിലുള്ള വേറെ ബുക്കുകളിലൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത സാധനങ്ങൾ നമുക്ക് ക്യാഷ് ബുക്കിൽ കാണാൻ കഴിയും. കാരണം എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ സ്ഥലത്തേക്കും എത്രത്തോളം നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജേർണൽ. നമ്മുടെ ഡിപ്രീസിയേഷൻ, റെൻറ്റ്, എല്ലാ സാധനങ്ങളും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജേർണൽ. അപ്പോൾ നോൺ ക്യാഷ് ഐറ്റംസ് എല്ലാം എൻ്റർ ചെയ്യുന്ന സ്ഥലമാണ് ജേർണൽ. അപ്പം ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ നോക്കാം, നോൺ ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ജേർണലിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാനായിട്ട് കഴിയും. ദെൻ സബ്സിഡറി റെക്കോർഡ്സ്. അതല്ലാതെ വേറെ എന്തെങ്കിലും റെക്കോർഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ സ്ക്രാപ്പായിട്ട് കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും മെറ്റീരിയൽ ചീത്തയായി പോയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കുന്നതാണ് സബ്സിഡറി റെക്കോർഡ്സ്. ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും എത്രത്തോളം ഓവർ ഹെഡ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എത്രത്തോളം ഓവർ ഹെഡ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ദെൻ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ്. ഇപ്പോൾ നമുക്ക് എത്രത്തോളം ഓവർ ഹെഡ്സ് ആയെന്ന് മനസ്സിലായി. ഇനി നമുക്കത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും. ഇപ്പോൾ നമ്മൾ ഫുൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ പ്രൊഡക്റ്റിനായിട്ടും പ്രൊഡക്റ്റ് കോസ്റ്റിലോട്ട് ആക്കി കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി കൂടുതൽ അതിൻ്റെ കൂടെ ആ പ്രൊഡക്റ്റ് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജും കൂടെ വെച്ചതിന് ശേഷം വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നമ്മളെ പ്രൊഡക്റ്റ് കോസ്റ്റ് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലോസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുൾ ഓവർ ഹെഡ്സ് കോസ്റ്റും നമ്മൾ ഈ പ്രൊഡക്റ്റ് കോസ്റ്റിനകത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കോസ്റ്റിനകത്തോട്ട്
കൊടുക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഓരോ പ്രൊഡക്റ്റിനകത്തോട്ടും ഈ ഓവർ ഹെഡ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഈ അലോക്കേഷന് വേണ്ടിയിട്ട് 2 കണ്ടീഷൻസാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിൻ്റെ എക്സിസ്റ്റൻസ് കൊണ്ടായിരിക്കണം ആ ഓവർഹെഡ് കോസ്റ്റ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാവണം. പിന്നെ അത് എത്രത്തോളമാണ് ആ ഒരു ഓവർഹെഡ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മാത്രമേ നമുക്കത് അപ്പോർഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അലോക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അപ്പോർഷൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം ഏതൊക്കെ ഒരു കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്തത് കൊണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണോ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്, എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഓവർഹെഡ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ കോസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതിൻ്റെ പ്രിൻസിപ്പിൾസാണ് താഴെയുള്ളത്. ആക്ച്വൽ ബെനിഫിറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്, സ്പെസിഫിക് ക്രൈറ്റീരിയ, എബിലിറ്റി ടു പേ. ഈ 4 പ്രിൻസിപ്പിൾസാണ് ഉള്ളത് അപ്പോർഷൻമെൻറ്റിന്. അപ്പോൾ ഫസ്റ്റ് വൺ ആക്ച്വൽ ബെനിഫിറ്റ്. ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഓവർഹെഡ് കോസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്തു. ഇപ്പം ആ കോസ്റ്റും കൊണ്ട് ഇപ്പം ആ കോസ്റ്റ് ആ എക്സ്പെൻസ് നമുക്ക് ഇൻകർ ചെയ്തത് കൊണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിന് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടിയെന്നുള്ളത് നമ്മൾ നോക്കും. ആ നോക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ഇത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക, അതായത് ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു മെഷീൻ വാങ്ങിച്ചു, ഇപ്പോൾ ഒരു ജനറേറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ജനറേറ്റർ നമുക്ക് എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ജനറേറ്റർ യൂസ് ചെയ്തിട്ട് എത്രത്തോളം ആരൊക്കെ എത്രത്തോളം പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് ആക്ച്വൽ ബെനിഫിറ്റ്. ദെൻ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊഹമാണ്, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എത്രത്തോളം ബെനിഫിറ്റാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടണമെന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണെന്ന് വിചാരിക്കാം. ഇപ്പം ഓരോ ഫ്ലോറിലും എത്ര ലൈറ്റ് പോയിൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഫ്ലോറിലും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലോറിൽ എത്രത്തോളം ലൈറ്റ് പോയിൻറ്റ്സ് ഉണ്ട് നോക്കിയിട്ട് അങ്ങനെ ഏകദേശം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എത്രത്തോളം കറണ്ട് ബില്ല് ഓരോ ഫ്ലോറിലായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇലക്ട്രിസിറ്റി ബില്ല് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ആയിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എന്നിട്ട് ആ രീതിയിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്. ദെൻ തേർഡ് വൺ ഈസ് സ്പെസിഫിക് ക്രൈറ്റീരിയ. ഇത് സ്പെസിഫിക് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്, ഇത്രത്തോളം പെർസെൻറ്റേജ് ഓരോ ഓവർഹെഡ് കോസ്റ്റും ഇത്രത്തോളം പെർസെൻറ്റേജ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. അതാണ് സ്പെസിഫിക് ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സർവേ നടത്തിയതിന് ശേഷം ഒരു പ്രോപ്പർ സ്റ്റഡിക്ക് ശേഷമാണ് ഇത് ഫിക്സ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ദെൻ എബിലിറ്റി ടു പേ. ഇപ്പം ഏറ്റവും കൂടുതൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ആളായിരിക്കും, അയാൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക, ഏറ്റവും കൂടുതൽ ഓവർഹെഡ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു പല പ്രൊഡക്റ്റുള്ള ഉണ്ടാക്കുന്ന ആളാണ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം ഒരു ഓവർഹെഡ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഷൂ ബിസിനസ് ഉണ്ട്, ക്യാൻവാസ് ഷൂ ഉണ്ട്, അല്ലാത്ത ക്യാൻവാസ് ലെതർ ഷൂസ് ഉണ്ട്, അതല്ലാതെ സിന്തറ്റിക് ഷൂസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഈ 3 എണ്ണത്തിനകത്തും ഇവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് വേറെ വേറെ ഇതിലായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഷൂ ഇപ്പം ലെതർ ഷൂ ആണെന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലെതർ ഷൂവിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേനും ലെതർ ഷൂ ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൂടുതൽ പോർഷൻ ചാർജ് ചെയ്ത് കൊടുക്കും. അതാണ് എബിലിറ്റി ടു പേ. ദെൻ ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ്. മേലെ കാണുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ എക്സ്പെൻസസും അപ്പോർഷൻ ചെയ്യുന്ന, അതായത് അലോക്കേറ്റ് ചെയ്യുന്ന ബേസിസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയർസ്, ഫയർ എക്യുപ്വേഷൻ, എയർ കണ്ടീഷൻ ഓഫ് ബിൽഡിംഗ്. ഇതൊക്കെ നമ്മൾ ഫ്ലോർ ഏരിയൻ്റെ അനുസരിച്ചിട്ടാണ്
അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ക്യാൻറ്റീൻ, വെൽഫെയർ എക്സ്പെൻസസ്, ടൈം കീപ്പിംഗ്, പേഴ്സണൽ ഓഫീസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, സൂപ്പർവിഷൻ, ഇതൊക്കെ നമ്മൾ എംപ്ലോയീസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഡിപ്രീസിയേഷൻ, റിപ്പയർസ്, മെയിൻ്റനൻസ് ആൻഡ് ഇൻഷുറൻസ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതൊക്കെ ക്യാപിറ്റൽ കോസ്റ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ പവർ ആൻഡ് സ്റ്റീം കൺസംഷൻ, ലൈറ്റിംഗ്, ഇത് നമ്മളെ ലൈറ്റ് പോയിൻറ്റ്സ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ സാധനം അവിടെ ഉപയോഗിക്കുന്ന മെഷീൻസിൻ്റെ പവർ എത്രയാണെന്ന് നോക്കിയിട്ടാണ് ഇത് ഈ എക്സ്പെൻസസ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ സ്റ്റോർ കീപ്പിംഗ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്സ്പെൻസസ്, അത് എത്രത്തോളം വാല്യൂ മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്, എത്ര വട്ടം നമ്മൾ എത്ര വാല്യൂവിൻ്റെ മെറ്റീരിയലാണോ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കോമ്പൻസേഷൻ ഓഫ് വർക്കേഴ്സ്, ESI ആൻഡ് PF കോൺട്രിബ്യൂഷൻ, അത് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ഡയറക്റ്റ് വേജസിനനുസരിച്ച് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ദെൻ ജനറൽ ഓവർ ഹെഡ്സ്, നമ്മൾ ലേബർ അവേഴ്സ് അല്ലെങ്കിൽ മെഷീൻ അവേഴ്സ് ഇതനുസരിച്ചിട്ടാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഓവർ ഹെഡ്സ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി, നമ്മളിപ്പോൾ ഓവർ ഹെഡ്സ് കണ്ടുപിടിച്ച് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എക്സ്പെൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മളത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ വെറുതെ കൊടുത്താൽ പോലെ അത് ഡോക്യുമെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു നമുക്കിപ്പോൾ ഒരാൾക്ക് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഒരു പെർഫോമയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഏത് ബേസിസിലാണ് അപ്പോർഷൻ ചെയ്തതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എക്സ്പെൻസ്, ഓവർ ഹെഡ് എക്സ്പെൻസസ് ഏതാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഇവിടെ ഉണ്ട്. അതാണ് പെർഫോമ. ഇനി ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. ഇതാണ്, ഈ കാണുന്നതാണ് ഓവർ ഹെഡ് എക്സ്പെൻസസ്. ഓക്കെ, ഇതാണ് എന്ത് ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മേലത്തെ ടേബിൾ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അതായത് ഈ മേലെ കാണുന്ന എക്സ്പെൻസസ് ഈ അടിയിൽ കാണുന്ന ഈ ടേബിളിൻ്റെ ഇതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ. അതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ റെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ഏരിയ അനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്രത്തോളം ഫ്ലോറാണ്, എത്രത്തോളം സ്പേസ് ആണോ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ഈ ടോട്ടൽ എമൗണ്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ മെയിൻ്റനൻസ്, കോസ്റ്റ് ഓഫ് മെഷീൻ അനുസരിച്ച്, ഡിപ്രീസിയേഷൻ ഇതനുസരിച്ച് എന്തനുസരിച്ച് കോസ്റ്റ് ഓഫ് ദി മെഷീനറി, മെഷീൻ്റെ കോസ്റ്റ് അനുസരിച്ചിട്ട്. ദെൻ ലൈറ്റിംഗ്, ഇൻഷുറൻസ്, അതൊക്കെ നേരത്തെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. നിങ്ങൾ ബോർ എടുപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ആ മേലത്തെ ടേബിളിനനുസരിച്ച് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിപ്പം ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആ ഫ്ലോർ ഏരിയ നമ്മൾ 300, 220, 180, 100 എന്നുള്ള റേഷ്യോയിലാക്കിയിരിക്കുകയാണ്. അതെങ്ങനെ ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഫുൾ എടുത്തിരിക്കുകയാണ്. 300, 120, 180 ആൻഡ് 100, ഇതാണ് റേഷ്യോ വരിക. ടോട്ടൽ റെൻ്റ് ആയതെന്ന് പറയുന്നത് 4000 ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് കൊടുക്കുക? 4000 ഇൻറ്റു 300 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ എത്ര? 100, 180, 280, 500, 600. അപ്പോൾ 4000 ഡിവൈഡ് ബൈ 600. ടോട്ടൽ എത്ര? 300 പ്ലസ് 220 പ്ലസ് 180 പ്ലസ് 100, സോറി 800 ആണ്. അപ്പോൾ 4000 ഡിവൈഡ് ബൈ 800, അപ്പോൾ 5 വരും. ഇൻറ്റു 300. ഓക്കെ, അപ്പോൾ 1500 ഇവിടെ തരാം. 4000 ഇൻറ്റു, ഇതിപ്പോൾ ഞാൻ സ്പിന്നിങ്ങിൻ്റെതാണ് കാണിക്കണം. 300 സോറി, എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഈ 300 പ്ലസ് 220 പ്ലസ് 180 പ്ലസ് 100
അതെന്ന് പറയുന്നത് 800 ആണ്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ സാധനം കിട്ടുക, ഈ 1800 കിട്ടുക, 1500 കിട്ടുക. അതേമാതിരി നമ്മൾ ഓരോന്നിൻ്റെയും കാണണം. ഇപ്പോൾ വീവിങ് ആകുമ്പം ഈ 300-ന് പകരം ഇവിടെ 220 ആണ് വരിക. സ്റ്റോഴ്സ് ആകുമ്പോൾ 300-ന് പകരം 180. അങ്ങനെ ഓരോന്നിനും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ എക്സ്പെൻസസും അതിൻ്റെ ബേസിസ് ഓഫ് അപ്പോർഷൻമെൻ്റ് അനുസരിച്ച് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് അല്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോർഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൻ്റെ കോസ്റ്റ് അനുസരിച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസസും കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് കോസ്റ്റിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം അതിന് വേണ്ടി നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റും കൂടെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടായിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് അവിടെ ഏത് ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നതെന്നുണ്ട്, ഇത് നോക്കുക. പവർ ഹൗസ്, HP മെഷീൻ്റെ ഇതനുസരിച്ചിട്ട് ഡ്രോയിങ്സ്, എത്ര ഡ്രോയിങ്സ് ഉണ്ടെന്നുണ്ട്. ഇനി ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇനി മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻമെൻറ്റ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻ, ഇതിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ. ഇപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മൾ ഈ അപ്പോർഷൻ ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാത്രമാണ് അപ്പോർഷൻ ചെയ്യണതെന്ന് വിചാരിക്കുക. അതായത് വേറെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊന്നും നമ്മൾ സർവീസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിൻ്റെ ഇല്ലസ്ട്രേഷനാണ് താഴെ. അപ്പോൾ നമ്മൾ മേലെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെ. ഇതിനകത്ത് നമ്മൾ മറ്റേ കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത പോലെ തന്നെ ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ ഇപ്പം സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എക്സും വൈയും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ABC. പിന്നെ ഇവിടെ എക്സ്പെൻസസ് എന്തൊക്കെയാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഈ ഓവർ ഹെഡ്സ് എക്സ്പെൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ ചെയ്യും. അതായത് ഇപ്പം എക്സും നമ്മളിപ്പോൾ പവർ, ലൈറ്റിങ് നേരത്തെ നമ്മൾ ഫസ്റ്റ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തില്ലേ, ആദ്യം നമ്മൾ അതുപോലെ തന്നെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ഫുൾ എക്സ്പെൻസസും അപ്പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിന്, അതായത് എക്സിനും വൈനും നമുക്ക് 2 സം കിട്ടും. ഇതുവരെ ഈ സ്റ്റേജ് വരെയുള്ളതാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഇത് താഴത്തോട്ടുള്ളത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് ഈ 2 ടോട്ടൽ, അതായത് എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ പിന്നെ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം നേരെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് അടിയിൽ എഴുതിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് വൈൻ്റേത് ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലും, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെത് അപ്പോർഷൻ ചെയ്യുന്നത് 5:3:2 റേഷ്യോയിലാണ്. അപ്പം അതിൻ്റെ ടോട്ടൽ നമ്മൾ, അതായത് ഇപ്പോൾ ഇവിടെ എക്സിൻ്റെത് 82,095, ഇത് നമ്മൾ 5:3:2 എന്നുള്ള ഇതിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അതാണ് ഈ കാണുന്നത്. അതേമാതിരി ഇത് നമ്മൾ ഡയറക്റ്റ് വേജസിൻ്റെ ഇതിലാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അപ്പം ABCക്ക് ഏത് വേജസിൻ്റെ എത്രയാണോ വേജ് അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇതും ഈ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടായിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അതാണ് ഇത്. ഈ പോർഷനാണ് നമ്മളുടെ സെക്കൻഡറി അപ്പോർഷൻമെൻറ്റ്. ഇതിൻ്റെ മേലുള്ളത് പ്രൈമറി അപ്പോർഷൻമെൻറ്റ്. ഓക്കെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാത്രമായിട്ട് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നതാണ്. അതായത് ഇപ്പം
വേറെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്യണില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്യാത്ത സിറ്റുവേഷനാണ് ഇത്. ഇനി ഇവിടെ ഇതിപ്പം ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് തന്നെ വേറൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് സർവീസസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാത്രം കൊടുക്കുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു സർവീസിനും സർവീസസ് ചെയ്ത് കൊടുക്കും. ആ കേസിലാണ് നമ്മൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് ചെയ്യുക. അതിനകത്ത് തന്നെ നോൺ റെസിപ്രോക്കലും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. then apportionment to production and other service departments. അതിനകത്ത് ഫസ്റ്റ് വൺ നോൺ റെസിപ്രോക്കൽ മെത്തേഡ് ഓഫ് അപ്പോർഷൻമെൻ്റ് ആണ്. നോൺ റെസിപ്രോക്കൽ മെത്തേഡ് ഓഫ് അപ്പോർഷൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മുടെ അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, 3 സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ABC. ഇപ്പം ഏത് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് സർവീസ് കൊടുക്കും, സിക്ക് സർവീസ് കൊടുക്കും. ഈ ബിയും സിയും എക്ക് സർവീസ് ഒന്നും കൊടുക്കുന്നില്ല. അതേപോലെ ബി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എക്ക് സർവീസ് ഒന്നും കൊടുക്കുന്നില്ല. അതേമാതിരി സി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് സർവീസ് കൊടുക്കുന്നില്ല, ബിക്ക് സർവീസ് കൊടുക്കുന്നില്ല. അപ്പം ഇവരുടെ സർവീസസിൻ്റെ, അതായത് എത്ര ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് അവർ സർവീസസ് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർവീസ് കൊടുക്കുന്ന ആൾ ഫസ്റ്റിൽ വരും. അത് കഴിഞ്ഞിട്ട് എത്ര പേർക്ക് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റും അവർ കൊടുക്കുന്ന സർവീസസ് എത്ര ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടെന്നനുസരിച്ച് അവർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. ഏറ്റവും കൂടുതൽ സർവീസ് കൊടുക്കുന്ന, ഏറ്റവും ഡിപ്പാർട്ട്മെൻറ്റ്സ് സർവീസ് കൊടുക്കുന്ന ആൾ ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് തേർഡ്. ഇപ്പോൾ ABC ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. അതാണ് ഇതിന് ഒരു പേരും കൂടെ ഉണ്ട്, അത് കാരണം സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. അപ്പം ഒരു ഇല്ലസ്ട്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം ഇവിടെ ABC ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, PQRS ആണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഈ നമ്മൾക്ക് വരുന്ന ഫുൾ എക്സ്പെൻസസ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുമായിട്ട് ആദ്യം നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് അപ്പോർഷൻ ചെയ്യാം. ഇപ്പം ഫുൾ ഓവർ ഹെഡ്സ് ഇവിടെ അപ്പോർഷൻ ചെയ്തതിൻ്റെതാണ് കാണിച്ചിട്ടുള്ളത്. ഇത്രയാണ് ഓവർ ഹെഡ് കോസ്റ്റ്. ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൾറെഡി അപ്പോർഷൻ ചെയ്ത് വെച്ചതാണ്. ഇതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്ത് വെച്ചത്. ഇനി ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്ത് നമ്മൾ ഫെർദർ ഇനി അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതാണ് ഇത്. ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പി പറയുന്നത് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. Qക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്, Rന് സർവീസ് കൊടുക്കുന്നുണ്ട്, Sന് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം Q ഫസ്റ്റ് എടുത്തു. Qൻ്റെ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ഈ 50,000 നമ്മൾ ഈ റേഷ്യോയിൽ, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ റേഷ്യോയിൽ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്തിൻ്റെ ബേസിസിൽ വേണം, ഇവിടെ കണ്ടോ, എന്തിൻ്റെ ബേസിസിൽ വേണം അപ്പോർഷൻമെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ നമ്പറാണ്. അപ്പം നമ്പർ ഓഫ് എംപ്ലോയീസ് നമുക്ക് മേലത്തെ ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ഈ 50,000 എക്ക് കൊടുക്കണം, ബിക്ക് കൊടുക്കണം, സിക്ക് കൊടുക്കണം, പിന്നെ Qന് കൊടുക്കണം, Rന് കൊടുക്കണം, Sന് കൊടുക്കണം. ഇവർക്ക് അപ്പോർഷൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് Q ഡിപ്പാർട്ട്മെൻറ്റ് Qൻ്റെ കോസ്റ്റ് എന്തിൻ്റെ ബേസിസിലാണ്, ലേബർ അവറിൻ്റെ ബേസിസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. ആർക്കൊക്കെ ചെയ്ത് കൊടുക്കണം, ആർക്കൊക്കെയാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്, എക്ക് കൊടുക്കണം, ബിക്ക് കൊടുക്കണം, സിക്ക് കൊടുക്കണം, പക്ഷേ പിക്ക് കൊടുക്കണ്ട. കാരണം തിരിച്ച് ഇവർ സർവീസസ് ഒന്നും കൊടുക്കുന്നില്ല. അതായത് Q പിക്ക് സർവീസ് കൊടുക്കുന്നില്ല, അതേപോലെ ആറും തിരിച്ച് പിക്ക് സർവീസ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സർവീസ് ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ എക്സ്പെൻസസിലാണ് കൂട്ടുന്നത്. അതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കണം. അതായത് ഇപ്പോൾ ഈ 75,000 മാത്രമല്ല നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക.
അതിൻ്റെ കൂടെ ഈ പീന്ന് കിട്ടിയ പീൻ്റെ പോർഷൻ ഈ 50,000 കിട്ടിയ അപ്പോർഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഈ 4,762 കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ മൊത്തം ഈ എമൗണ്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാത്തിനും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് എക്കും ബിക്കും സിക്കും കൂടെ ആറിനും എസിനും കൂടെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടുത്തത് ആറിൻ്റെത് എടുക്കാം. അപ്പം ഈ മൊത്തം അതായത് 1,10,000 എടുക്കണം, ഈ 5,952 എടുക്കണം, ഈ 21,750 എടുക്കണം. ഇതിൻ്റെ ഫുൾ ടോട്ടലാണ് ഇത് വരിക. പിന്നെ നെക്സ്റ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ എമൗണ്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ഇത് നോൺ റെസിപ്രോക്കൽ ബേസിസിലാണ്. അതായത് ഇപ്പോൾ പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ക്യൂവും ആറും എസും സർവീസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ബേസിലാണ്. ഇപ്പോൾ ക്യൂവിനാണെങ്കിൽ ആറിനും എസിനും സർവീസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവർ തിരിച്ച് സർവീസ് കൊടുക്കുന്നില്ല. അതാണ് നോൺ റെസിപ്രോക്കൽ. ഇനി അടുത്തത് റെസിപ്രോക്കൽ ബേസിസ്. ഇതാണ് കുറച്ചും കൂടെ നമ്മൾ റിയൽ ലൈഫായിട്ട് ഇതായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സർവീസസ് കൊടുക്കും. അതായത് ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിനോട് സർവീസ് കൊടുക്കും, തിരിച്ചിങ്ങോട്ട് സർവീസ് കിട്ടുന്നില്ല, അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസസ് കൊടുക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അപ്പോർഷൻമെൻറ്റ് ഓഫ് റെസിപ്രോക്കൽ ബേസിസ് യൂസ് ചെയ്യുക. അതിൽ 3 മെത്തേഡ്സ് ആണുള്ളത്: സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡും തേർഡ് മെത്തേഡുമാണ്. സെക്കൻഡും തേർഡും ഏകദേശം സിമിലറാണ്. ഫസ്റ്റ് വൺ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഇതിനകത്ത് നമ്മളൊരു ആൽജിബ്രിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുക. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് പ്രൈമറി അപ്പോർഷൻമെൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസസ് എടുത്തിട്ട് അത് നമ്മൾ ഇക്വേഷനാക്കും. എത്രത്തോളം പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട്, അതായത് ഇപ്പോൾ എക്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എത്രത്തോളം സർവീസസ് വരുന്നുണ്ട്, അതേമാതിരി വൈ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം സർവീസസ് കിട്ടുന്നുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഈ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്. ഈ സ്മോൾ എ എന്ന് പറയുന്നത് ഈ എക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റാണ്, മൊത്തത്തിലുള്ള ഓവർഹെഡ് കോസ്റ്റാണ് എ. പ്ലസ് ബി എന്ന് പറയുന്നത് ഷെയർ ഓഫ് ഓവർഹെഡ്സ് ഓഫ് വൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ബി അപ്പോർഷൻ ഫോർ ദ അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഈ ബി എന്ന് പറയുന്നത് വൈൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ്. അതാണ് ഈ ബി എന്ന് പറയുന്നത്. ഇപ്പം ഈ വൈൻ്റെ ഇക്വേഷനിലോട്ട് വരുമ്പോഴത്തേനും എക്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് ഈ ബി വരെ. എ എന്ന് പറയുന്നത് വൈൻ്റെ സ്വന്തമായിട്ടുള്ള എത്രത്തോളം എക്സ്പെൻസസ് ഉണ്ടോ അത്. ഇപ്പം അത് ഇക്വേഷൻ ഇതിനകത്ത് കാണാൻ പറ്റും, നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ 4 ഇതിനകത്ത് ഇപ്പം ഫുള്ള് എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്. അസറ്റ് വാല്യൂ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇതാണ് എക്സ്പെൻസസ്. ഈ എക്സ്പെൻസസ് ആണ് നമ്മൾ മേലെ കാണുന്നതിൻ്റെ ബേസിസിലേക്ക് ആക്കിയിട്ട് ബേസിസിലാക്കി നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോർഷൻ ചെയ്യുന്ന പേഴ്സൻറ്റേജാണ് ഈ തന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് സമ്മറിയാണ് ഉണ്ടാക്കുക. അത് എ ബി സി എക്സ് വൈ. എ ബി സി എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. എക്സും വൈയും ആണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് വേജസ് 4,000 ആണ്. ഇതാ ഈ 4,000 നമ്മൾ വേറെ പ്രൈമറി ഇത് കഴിഞ്ഞിട്ട് അപ്പോർഷൻ ചെയ്ത് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടൽ കിട്ടും. അതായത് ഇപ്പം ഓരോ എക്സ്പെൻസസ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ബേസിസ് വെച്ചിട്ട് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ, അതേമാതിരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക.
അത് കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിനും വൈക്കും നമുക്ക് ഒരു ടോട്ടൽ കിട്ടും. അതായത് ഇത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ടോട്ടൽ. ഇനി ഈ രണ്ട് ടോട്ടലാണ് നമ്മൾ ഫെർദർ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടെ ആയിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനാണ് ഈ ഇക്വേഷൻ. ഇപ്പം മേലത്തതിനകത്ത് കാണിച്ചിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ പെർസെൻറ്റേജിന് ബേസിസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അതായത് ഇത് ഇവിടെ എക്സിന് വൈക്ക് എക്സിൻ്റെ 10% ഉണ്ട്, എക്സിന് എന്ന് പറയുമ്പോൾ വൈൻ്റെ 20% ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ, അതായത് എക്സിൻ്റെ ടോട്ടലായ 8,200 പ്ലസ് 20% ഓഫ് വൈൻ്റെ ഈ 70 to 80ൻ്റെ 20% കൂട്ടുന്നതാണ് എക്സിൻ്റെ മൊത്തത്തിലുള്ള ഓവർഹെഡ്. അതേമാതിരി വൈൻ്റെതും വൈൻ്റെ 7,280 പ്ലസ് 10% ഓഫ് 8,200 അങ്ങനെയാണ് വരിക. സോറി ഓക്കെ ഇത് നമ്മളിത് നേരത്തെ ഇക്വേഷനിലാക്കി വെക്കുകയാണ്. അതായത് എക്സിൻ്റെ വാല്യൂ എത്രയാണ് പ്ലസ് 20% ഓഫ് വൈൻ്റെ വാല്യൂ ഈക്വൽ ടു വൈ എത്രയാണോ അതിൻ്റെ 7,280 പ്ലസ് 10% ഓഫ് എക്സ്. ഇനി നമ്മൾ സാധാരണ നമ്മൾ എന്താണ് ആൽജിബ്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ സെയിം ആക്കണം. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് സെയിം ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വാല്യൂ ചെറുതാക്കി കൊണ്ടുവന്ന കേട്ടോ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു 10 ചെയ്തിട്ടാണ് ഇതിങ്ങനെ വരുത്തുന്നത്. 10y മൈനസ് 2y 10x മൈനസ് 2y ഈക്വൽ ടു 82,000. അതേമാതിരി ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതിനനുസരിച്ച് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ വാല്യൂ, അതായത് ഇപ്പോൾ 10x തന്നെ ആക്കുകയാണ് ഇവിടെ താഴത്തെ -1x. അപ്പോൾ അങ്ങനെ ഒരേ വാല്യൂ ആക്കി കഴിയുമ്പം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു വാല്യൂ നമുക്ക് 0 ആക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ എക്സ് 0 ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ഈ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഇത് കിട്ടുക. ഇത് പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ ഈ വാല്യൂ കിട്ടുന്നത്. അതായത് ഈ 98 ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഈ 98 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകുക, ഡിവൈഡ് ചെയ്യുക ചെയ്യാം. അപ്പം 8,10,000 ഡിവൈഡ് ബൈ 98. ഈ 20% എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പം അത് ഡെസിമൽ പോയിന്റിലോട്ടാക്കിയതാണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്നത്. 20 ഡിവൈഡ് ബൈ 100 ഡെസിമൽ പോയിന്റിലോട്ടാക്കിയതാണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്നത്. അതിനുശേഷം ഇതിനെ ഒരു റീഅറേഞ്ച് ചെയ്ത് 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് ഈ കാണുന്നത് ഇവിടെ. ഓക്കെ, ഈ കാണുന്ന രണ്ട് ഇക്വേഷൻസ് അതാണ്. 10 വെച്ച് ഫുൾ ഇക്വേഷൻ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് ഇത്. എന്നിട്ട് പിന്നെ എക്സും വൈയും ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു. അതാണ് ഈ പോർഷൻ. പിന്നെ അത് സോൾവ് ചെയ്യുന്നതാണ് ഈ പോർഷൻ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8,265. ഈ വൈൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സിൻ്റെ വാല്യൂ കൂടെ കിട്ടും. ഇനി ഈ കിട്ടിയ രണ്ട് വാല്യൂ നമ്മൾ വീണ്ടും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ആ രണ്ട് വാല്യൂ നമ്മൾ നേരത്തെ കണ്ട വേറെ പെർസെൻറ്റേജസ് കണ്ടില്ലേ, എ ബിയും സിയും, അതിൻ്റെ ഇത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെതാണ്. ഈ ഫസ്റ്റ് കിടക്കുന്ന ഇത് നമ്മൾ ആദ്യമേ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ എൻഡിൽ കണ്ട എ ബി സിൻ്റെ ടോട്ടലാണ്. അതിൻ്റെ കൂടെ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അപ്പോർഷൻ ചെയ്തതിൻ്റെ ടോട്ടൽ വെച്ചിട്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ 90% ഇതിൻ്റെ പെർസെൻറ്റേജിലല്ല നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പെർസെൻറ്റേജാണ്, ഇതിൻ്റെ പെർസെൻറ്റേജാണ് നമ്മൾ അപ്ലോക്ക്. ഇതിപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ എത്ര പെർസെൻറ്റേജാണ് എയിലോട്ട് പോണത്? 20%, ബിയിലോട്ട് 40%, സിയിലോട്ട് 30%. അപ്പം ഈ 9,853ൻ്റെ 20% ആണ് ഇത്.
അതിൻ്റെതാണ്, അല്ലാതെ ഇതിൻ്റെ പെർസെൻറ്റേജ് അല്ല നമ്മൾ എടുക്കുക. ഇതിൻ്റെ ഈ വാല്യൂവിൻ്റെ പെർസെൻറ്റേജാണ് നമ്മൾ എടുക്കുക. അതേമാതിരി ഈ വാല്യൂവിൻ്റെ പെർസെൻറ്റേജാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുക. ഓക്കെ, അതാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഇനി അടുത്തത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേന് നമ്മളിപ്പോൾ നേരത്തെ സർവീസസ് അപ്പോർഷൻ ചെയ്ത് കൊടുത്തില്ലേ, അതേമാതിരി അതിൻ്റെ വാല്യൂ വളരെ ചെറുതാകുന്നത് വരെ അപ്പോർഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് എന്ത് പറയണത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പറയുന്നത്. അതായത് ഇതിനകത്തും സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിനകത്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വർക്കാവുന്നത്. പക്ഷേ ഇത് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നോക്കിയിട്ട് പിന്നെ അത് ആ ഒരൊറ്റ വട്ടം അപ്പോർഷൻമെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇടാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അത് അങ്ങനെയല്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുക. ഇപ്പോൾ ഇവിടെ 4 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഇപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു, അതിൻ്റെ വാല്യൂ 10,000. ഈ 10,000 നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ബാക്കി 2ഉം 3ഉം 4നും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അതെന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്? ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇതാ ഈ പെർസെൻറ്റേജിൽ ഈ 10,000 ഇൻറ്റു 8%, 10,000 ഇൻറ്റു 5% 500, 10,000 ഇൻറ്റു 7% 700. ഇങ്ങനെ നമ്മൾ ഈ 10,000 ഇവിടെ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ 10% ഇവിടെ അപ്പോർഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് എടുക്കും. അതായത് ഇത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2. ഇനി നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ഈ 15,500 അല്ല, പ്ലസ് ഈ 800. ഈ 800ഉം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എത്ര ഉണ്ടോ അത് നമ്മൾ ഇവിടെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. 1നും 3ക്കും 4നും അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പെർസെൻറ്റേജാണ് ഈ വേറെ കണ്ട ടേബിളിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ 10% കൊടുക്കണം, 4% കൊടുക്കണം, 3% കൊടുക്കണം. പിന്നെ അടുത്തത് 3. ഈ 3ഉം ഈ സെക്കൻഡ് 1ഉം കൂടെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് 20,000 പ്ലസ് 500 പ്ലസ് 652. ഇതിൻ്റെ ടോട്ടൽ വേണം നമ്മൾ അടുത്തത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ. 10%, 5%, 10% എന്നുള്ള രീതിയിൽ അത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക 4 ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, ഡിപ്പാർട്ട്മെൻറ്റ് 3ന്. അത് കഴിഞ്ഞിട്ട് 4ത്തിൻ്റെ ആണ് അടുത്ത അപ്പോർഷൻ ചെയ്യേണ്ടത്. അതിൻ്റെ 4ത്തിൻ്റെ അപ്പോർഷൻ ചെയ്യുമ്പോൾ 16,000 പ്ലസ് 700 പ്ലസ് 978 പ്ലസ് 2,115. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 19,793 ആണ് ടോട്ടൽ വരിക. അത് എന്നിട്ട് നേരത്തെ ടേബിളിലുള്ള അതേ പെർസെൻറ്റേജിൽ വെച്ചിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്പോർഷൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് അവസാനം വളരെ ചെറിയ നമ്പറുകളാവും. അതായത് പടിയിൽ ഇവിടെ എത്ര വട്ടം ചെയ്തിട്ടാണ് ഇവിടെ താഴെ വന്നത്. അപ്പോൾ ഇവിടെ 1 0 0 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തായി. അങ്ങനെ കഴിയുമ്പോൾ നിർത്താം. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുക്കാം. 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ൻ്റെ ടോട്ടൽ എടുക്കുക, 2ൻ്റെ ടോട്ടൽ എടുക്കുക, 3ൻ്റെ ടോട്ടൽ എടുക്കുക, 4ൻ്റെ ടോട്ടൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതിന് ശേഷമാണ് അത് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ വാല്യൂ ആണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്ര പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്ര അപ്പോർഷൻ ചെയ്യുന്നുണ്ട് അതും മേലത്തെ ടേബിളിൽ കാണും. 30%. ഇവിടെ ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ 15,000ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് അല്ല നോക്കുന്നത്, നേരത്തെ പോലെ തന്നെ ഈ ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ അവസാനം കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഓവർ ഹെഡ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ്. ഇല്ലുസ്ട്രേഷൻസ് നന്നായിട്ട് അതിൻ്റെ ഇടയിലുള്ള നോട്ട്സും കൂടെ വായിച്ചിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. എന്നാലും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസിനകത്ത്
അടിയിൽ കാണുന്ന സെൻറ്റൻസുകളൊക്കെ വായിക്കാൻ മറക്കരുത്, വിട്ടുപോകരുത്. കാരണം അതിനകത്താണ് പോയിൻറ്റ്സ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.